എൻ്റെ പേര് ജോയൽ സാജൻ. ഞാൻ വരുന്ന കോളേജിൽ നിന്ന് വെച്ചാൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂരാണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ വിദ്യാർത്ഥിയാണ്. എൻ്റെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ടേബിൾ ക്ലീനിങ് റോബോട്ടാണ്. ദ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഡസ്റ്റ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പൊടി വെള്ളം നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ പ്രോജക്റ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് കുറേ മൈക്രോ കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ ഡ്രൈവറുണ്ട്. മെയിനായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മറ്റേ മെക്കാനിക്കൽ വീൽസ് വെച്ച് നമ്മളിതിൻ്റെ മൂവ്മെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് സിക്സ് മെക്കാനിക്സ് എന്ന സാധനമുണ്ട്. അതാണ് നമ്മൾ മെയിൻ ക്ലീനിങ് പർപ്പസ് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇത് മെയിൻലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ലൈൻ ബേസ് ഫ്ലാപ്പ് ഫോളോ വെച്ചാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ, അതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് ടേബിൾ മൂവ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് പോകാനും പറ്റും. അതേപോലെ നമുക്ക് ഇത് IR സെൻസർ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. മെയിൻ കൺട്രോൾ ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റാസും അങ്ങനത്തുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ IR സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് നമ്മുടെ റോബോട്ടിക് വീൽസിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നേരെ ഇത് മെയിൻ മൈക്രോ കൺട്രോൾ ഡിവൈസാണ്. ESP32 മൈക്രോ കൺട്രോൾ ഡിവൈസാണ്. എല്ലാത്തിൻ്റെയും മെയിൻ കൺട്രോളിങ് നടത്തുന്നത് നമ്മുടെ ESP32 എന്ന മൈക്രോ കൺട്രോളാണ്. ഏകദേശം 30 പിന്നെയും ഇതിൽ വരുന്നുണ്ട്. ആ കൺട്രോളിങ് വഴിയാണ് നമ്മളത് നേരെ നമ്മുടെ 3 സ്റ്റെപ്പർ മോട്ടോർസ് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പർ മോട്ടർ എന്ന് വെച്ചാൽ സെർവോ മോട്ടർ. അതുവഴിയാണ് നമ്മുടെ ഈ 6 മെക്കാനിസം മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടേബിളിൻ്റെ ഡസ്റ്റ് അങ്ങനത്തുള്ള സാധനങ്ങളും റിമൂവ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഡസ്റ്റ് നമുക്ക് തിരിച്ച് തന്നെ വേസ്റ്റ് പാർട്ടിക്കൽസോട്ട് ഒരു ഡംപ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പാത്രം, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ഞങ്ങൾക്ക് വെച്ചേക്കുന്നത്. തുടർന്ന് ഒരു 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ വോൾട്ടേജ് നമ്മൾ ഒക്യുർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നേരെയാണ് നമ്മൾ സ്റ്റെപ്പർ ഡ്രൈവിലേക്ക് കൊടുക്കുന്നത്. അതുവഴിയാണ് നമ്മൾ നേരെ 3 സെർവോ മോട്ടറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത്. 6 മെക്കാനിസം, അതേപോലെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റും കൊടുത്തേക്കും. നമ്മുടെ റോബോട്ടിക്കിൻ്റെ മെയിൻ 2 ടൈപ്പ് മൂവ്മെൻറ്റാണ് നടത്തുന്നത്. ഒന്ന് ലൈൻ ബേസ്ഡ് മൂവ്മെൻറ്റും, അതേപോലെ രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മുടെ ആപ്പ് ഡെവലപ്മെൻറ്റ് യൂസിങ് മൂവ്മെൻറ്റുമാണ്. നമുക്കിതിനകത്ത് 2 കൺട്രോളിംഗ് ഉണ്ട്. ഒന്നാമത് നമുക്ക് മെക്കാനിക്കൽ വീൽസിൻ്റെ മൂവ്മെൻറ്റും, അതേപോലെ നമുക്ക് സ്റ്റെപ്പർ മോട്ടറിൻ്റെ നമ്മുടെ 6 മെക്കാനിക്സിൻ്റെ മൂവ്മെൻറ്റും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീൽസിൻ്റെ മറ്റേ ആപ്പ് കൺട്രോളിംഗ് മൂവ്മെൻറ്റാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അതേപോലെ നമുക്കൊന്ന് വീൽസിന് 6 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, റൈറ്റും ലെഫ്റ്റും. അതേപോലെ നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും 6 ഡയറക്ഷൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ സെർവോ മോട്ടറിൻ്റെയാണ് 2 സ്റ്റെപ്പർ 1 സ്റ്റെപ്പർ 2. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 മെക്കാനിസം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഭാഗം 6 മെക്കാനിസം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാനും, അതുപോലെ നമുക്ക് സ്റ്റെപ്പർ 2 എന്ന് വെച്ചാൽ നമ്മുടെ 6 മെക്കാനിസം മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 മോട്ടറും ഡിവൈസും ഉപയോഗിക്കുന്നത്. അത് നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുകയും, അതേപോലെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് റോബോട്ടിക് പാത്ത് ഡെവലപ്മെൻറ്റ് യൂസ് പോവുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഗോ ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സാധാരണ ലെവലിലേക്ക് അത് മാറുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഹോട്ടൽസിലും അതേപോലെ നമുക്ക് സാധാരണക്കാരുടെ ഇടയിലേക്കുള്ളത് ഒരു ഈസി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പം സാധാരണ ആണെങ്കിൽ വലിയ വലിയ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ വെയിറ്റേഴ്സിനൊക്കെ ജോലി നമുക്ക് സൊസൈറ്റിക്ക് ധാരാളമായിട്ടുള്ള ഒരു ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇനി റിപ്പയറും മെയിൻ്റെനൻസ് വളരെ സിമ്പിളാണ്. അത് നമുക്ക് വേറെ വെൽഡിങ് അങ്ങനത്തെ കാര്യം ചെയ്ത് വെച്ചിട്ടില്ല. അത് നമുക്ക് എല്ലാം സ്ക്രൂ ടൈപ്പ് മോഡലിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഏത് സാധാരണക്കാരും മനുഷ്യരെയും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഒരുപാട് പൈസയുടെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ബുദ്ധിമുട്ടുന്ന തരേണ്ട സാഹചര്യമില്ല. അതേപോലെ നമുക്ക് ആർക്കായാലും നമുക്ക് എടുത്തുകൊണ്ട് പോവുകയും നമുക്ക് യൂസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറ്റും. അതുപോലെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസിലി അവൈലബിൾ ആണ്.